എല്ലാവർക്കും നമസ്കാരം. പുനർജൻ ആയുർവേദം ചാനലിലേക്ക് സ്വാഗതം. ഇംഗ്ലീഷ് മരുന്നിന്റെ ഉപയോഗമില്ലാതെ നമുക്ക് പാരമ്പര്യമായ ആയുർവേദം ഉപയോഗിച്ച് എത്രയോ രോഗങ്ങളെ ഗുണപ്പെടുത്തുന്നു നമ്മുടെ പുനർജൻ ആയുർവേദം. ഈ വീഡിയോയിൽ ഒറ്റ ഇംഗ്ലീഷ് മരുന്ന് പോലും ഇല്ലാതെ നമ്മൾ സാധാരണ ആയുർവേദം മരുന്ന് ഉപയോഗിച്ച് ഗ്യാസ് ട്രബിൾ എങ്ങനെ ഇല്ലാതാക്കാമെന്ന് നമുക്കിപ്പോൾ പരിശോധിക്കാം. ശരീരത്തിലെ ദഹന പ്രക്രിയയ്ക്ക് ജീവൻ നിലനിർത്തുന്നതിൽ പ്രധാന പങ്കുണ്ടെന്ന് പറയാം. ഈ ദഹന പ്രക്രിയ ഭക്ഷണം ദഹിപ്പിച്ച് ശരീരത്തിന് ആവശ്യമായ പോഷകങ്ങൾ നൽകാൻ സഹായിക്കുന്നു. അതുകൊണ്ട് ഈ ദഹന പ്രക്രിയ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ്. ഇല്ലെങ്കിൽ ബുദ്ധിമുട്ടാവും. എന്നാൽ ഇപ്പോഴുള്ള ആധുനിക ജീവിത രീതി ഭക്ഷണ രീതിയും മുഴുവനായി മാറ്റിക്കഴിഞ്ഞു. ഇതിലെ ഒരു ചെറിയ വിഭാഗം ഭക്ഷണം കഴിക്കാൻ പോലും സമയമില്ലാതെ പോകുന്നു. കൂടാതെ അധികം മസാല ചേർത്ത ഭക്ഷണങ്ങൾ കഴിക്കുന്നത്, കൂടാതെ ചിലർ ആവശ്യമില്ലാതെ ഫാസ്റ്റ് ഫുഡ് പോലുള്ള ഭക്ഷണങ്ങൾ കൂടുതൽ കഴിക്കുന്നു. ഇതിന്റെ കാരണമായി ശരീരത്തിലെ ദഹന പ്രക്രിയയെ സാരമായി ബാധിക്കുന്നു. അവസാനമായി ഇതിൽ ഭൂരിപക്ഷം ആളുകൾക്ക് അവരുടെ ഭക്ഷണ രീതി മൂലവും ദഹനക്കുറവ് മൂലം വായുകോപമുണ്ടാവുകയും ഇതുപോലുള്ള പല പ്രശ്നങ്ങളും ഇവർ നേരിടേണ്ടി വരുന്നുണ്ട്. ഇപ്പോൾ ഈ വായു പ്രശ്നം കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ചില ഇംഗ്ലീഷ് മരുന്നുകൾ അല്ലെങ്കിൽ ചില ടോണിക്കുകളെല്ലാം കുടിക്കാൻ തുടങ്ങുന്നു. ഇത് തൽക്കാലത്തേക്ക് വേണമെങ്കിൽ ഒരു ആശ്വാസം നൽകുമെന്ന് പറയപ്പെടുന്നു. ഇതുകൊണ്ട് വരുന്ന പാർശ്വഫലങ്ങളും അധികമാണ്. ഈ ഗ്യാസ് ട്രബിൾ പ്രശ്നം അധികമുള്ളവർ തീർച്ചയായും അവരുടെ ഭക്ഷണ രീതികളെ മാറ്റേണ്ടതായിട്ട് വരും. ഇല്ലെങ്കിൽ ഈ ഗ്യാസ് ട്രബിൾ കൊണ്ട് ഒരുപാട് പ്രശ്നം വരാൻ സാധ്യതയുണ്ട്. പ്രധാനമായി ഗ്യാസ് ട്രബിൾ പ്രശ്നമുള്ളവർക്ക് അധികമായി മോഷൻ പ്രോബ്ലം, അതായത് മലം പോകുന്നതിൽ പ്രശ്നമുണ്ടാകും. ഈ പ്രശ്നങ്ങളിൽ നിന്ന് മോചനം നേടാൻ രാവിലെ എഴുന്നേറ്റ ഉടൻ 1 ലിറ്റർ ശുദ്ധമായ വെള്ളം വെറും വയറ്റിൽ കുടിക്കുന്നത് വളരെ നല്ലതാണ്. ഇത് കുടലിൽ സമ്മർദ്ദത്തെ ഉണ്ടാക്കി ഈ പ്രക്രിയയെ എളുപ്പമാക്കാൻ സഹായിക്കുന്നു. കൂടാതെ ദഹന പ്രക്രിയ കൂടി നന്നായി പ്രവർത്തിക്കാൻ തുടങ്ങും. ഈ ഗ്യാസ് പ്രോബ്ലം ഉള്ളവർ രാവിലെ കോഫി, ടീ കുടിക്കാതിരിക്കുന്നത് വളരെ നല്ലതാണ്. എന്തെന്നാൽ ഇതില് അടങ്ങിയിട്ടുള്ള ഇറഗുലർ ആസിഡ് കാരണമായി നമ്മുടെ ശരീരത്തിൽ ആവശ്യമില്ലാത്ത തരത്തിലുള്ള വായു സൃഷ്ടിക്കുന്നു. എന്നാൽ ഇതിനു പകരമായി നമ്മൾ രാവിലെ തന്നെ വെല്ലം കഷായം കുടിച്ചു കഴിഞ്ഞാൽ ആരോഗ്യത്തിന് വളരെ നല്ലതാണെന്ന് പറയുന്നു. കൂടാതെ രാവിലെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ കുറച്ച് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. ഇതിലൊരു ഭാഗമായി രാവിലെ ഇഡ്ഡലി, ദോശയല്ലാതെ പേരയ്ക്ക, പപ്പായ, ഇതിനോടൊപ്പം ആപ്പിൾ പോലുള്ള ഫ്രൂട്ട്സുകളും കഴിക്കണം. ഇത് കഴിക്കുന്നത് കൊണ്ട് പ്രമേഹമുള്ളവർക്ക് പോലും ശരീരം വളരെ നന്നായി കാണപ്പെടുന്നു. ഈ ഗ്യാസ് പ്രശ്നമുള്ളവർ പ്രധാനമായും ഓർമ്മയിൽ വെക്കേണ്ടത് എന്തെന്നാൽ ഭക്ഷണം കഴിച്ച ഉടൻ തന്നെ വെള്ളം ഒരുപാട് കുടിക്കാതിരിക്കുന്നത് നല്ലതാണ്. ഭക്ഷണം കഴിച്ച് ഒരു 2 മണിക്കൂറിന് ശേഷം മാത്രമാണ് വെള്ളം കുടിക്കേണ്ടത്. അതുകൊണ്ടാണ് ആഹാരം ചവച്ചരച്ച് കഴിച്ചതുകൊണ്ട് ഗ്യാസ് ഫോം ചെയ്യുന്നത് നമുക്ക് തടുക്കാൻ പറ്റും. ഈ ആയുർവേദ രീതിയിൽ തയ്യാറാക്കിയ ത്രിഫല ചൂർണം, അശ്വഗന്ധ പൊടി മുതലായ ഇവയോടൊപ്പം ഇതിന്റെ ജ്യൂസെല്ലാം, കൂടാതെ ഗോ അക്ഷരം പോലുള്ള ആയുർവേദ മരുന്നെല്ലാം ഡോക്ടർമാരുടെ നിർദ്ദേശപ്രകാരം പാൽ അല്ലെങ്കിൽ വെള്ളത്തിൽ കലർത്തി കുടിക്കണം. ഇതിലുണ്ടാകുന്ന പോഷകങ്ങളും ആന്റി ഓക്സിഡന്റുകളും നമ്മുടെ ദഹന പ്രക്രിയ ശരിയാക്കുന്നതിനൊപ്പം ഗ്യാസ് ട്രബിൾ പ്രോബ്ലത്തിൽ നിന്നും നമ്മളെ രക്ഷിക്കുന്നു. താങ്ക് യു.